ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം. നിങ്ങളെ ഏവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കൊരുമിച്ച് ദൈവവചന കേൾവിക്കായി നമ്മളെ തന്നെ ദൈവ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിന് എന്താണ് ഇന്ന് നമുക്ക് നൽകാനുള്ള ആലോചന എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കേൾക്കാം. അതിനായി നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ കാതിനെ നമുക്ക് ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായി ഈ ദിവസത്തിൻ്റെ നല്ല മണിക്കൂറുകൾക്കായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, അടിയങ്ങളിതാ അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുകയാണ്. അവിടുന്ന് അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. വചനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വചനം സംസാരിക്കുന്ന അടിയനെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം കേൾക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ വരവിങ്കൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും എണ്ണപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ വചനം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ. വീണ്ടും നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ വചനം അത് ഇരുവായ്ത്തലയുള്ള വാള് പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മുമ്പാകെ പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കാം. ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന അതായിരിക്കണം. ദൈവമേ, ഞങ്ങൾക്ക് ഇന്ന് മനുഷ്യൻ്റെ ശബ്ദം കേൾക്കണ്ട, അങ്ങയുടെ ശബ്ദം കേൾക്കണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങളിരിക്കുമെങ്കിൽ നിശ്ചയമായും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദിവസമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കുവാൻ, നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ള വചനമാണ്. ആ ശക്തിയുള്ള വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാമെങ്കിൽ നിശ്ചയമായും അനേകരെ മാറ്റിയ ദൈവം ഇന്ന് നമ്മളെയും മാറ്റും. അതുകൊണ്ട് ആ മാറ്റത്തിനായി നമുക്ക് ഒരുങ്ങാം. ദൈവവചനം നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതായ ദൈവവചനം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്. പ്രിയമുള്ളവരെ, യോഹന്നാൻ കർത്താവ് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് which taketh away the sin of the world. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ ചോദ്യം, ഏതൊക്കെ പാപം ദൈവം ചുമക്കും? പഴയ പാപമേ ചുമക്കത്തുള്ളൂ? ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പാപം ചുമക്കുമോ? ഇനി ജനിക്കാൻ പോകുന്ന ആളുകൾ ചെയ്യാൻ പോകുന്ന പാപവും ചുമക്കുമോ? അതും ചുമന്നിട്ടുണ്ടോ? വളരെ ഗഹനമായി മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. ഇവിടെ നാം കർത്താവ് യേശു ക്രിസ്തുവിനെ യോഹന്നാൻ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? എന്തായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. ഓക്കെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എൻ്റെ ഇടയൻ. അപ്പോൾ ഇടയൻ എന്ന് പറയുന്നത് ആടുകളെ മേയിക്കുന്നവനാണ്. ഇടയൻ ആരാണ്? ആടുകളെ മേയിക്കുന്നവനാണ്. ആ ഇടയൻ്റെ കീഴിലാണ് ആടുകളുള്ളത്. ഇപ്പോൾ യേശുക്രിസ്തു ആരായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്? യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് യേശുവിനെ ആടായിട്ടാണ്. യേശു ആടാണെങ്കിൽ ആരാണ് ആ യേശുവിൻ്റെ ഇടയൻ? ഒരു സംശയമില്ല, അത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവമാണ് യേശുവിൻ്റെ ഇടയൻ. അപ്പോൾ ആ കുഞ്ഞാടിനെ ആ പിതാവ് നടത്തിക്കൊണ്ട് പോവുകയാണ്. കൂരിരുൾ താഴ്വരയിലൂടെ, മരുഭൂ യാത്രയിലൂടെ ആ കുഞ്ഞാടിന് നടക്കേണ്ടി വരികയാണ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ഒരു മരുഭൂ യാത്രയുണ്ടായിരുന്നു. അത് 40 വർഷമായിരുന്നു. 40 വർഷം ഇസ്രായേൽ ജനം അവരുടെ മരുഭൂ യാത്ര ആരംഭിച്ച് ചെങ്കടലിന് അടുത്ത് വന്ന് ചെങ്കടലിലൂടെ അവർ കടന്നുപോയി. നമ്മൾ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലൂടെ പരിശോധിക്കുമ്പോൾ ആ ചെങ്കടലിലൂടെ കടന്നവർ പോയപ്പോൾ അത് സ്നാനത്തിന് ഒരു മുൻകൂറി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്കിവിടെ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1-2 വാക്യം ഒന്ന് വായിക്കാം. എന്താണ് ആ വാക്യം പറയുന്നത്? അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി.
അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. നോക്കണം പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ് ഇവിടെ വായിച്ചത്? അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. എപ്പോഴാണ്? കർത്താവ് യേശു ക്രിസ്തു സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ. നോക്കണം, ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ കൂടി നടക്കേണ്ടി വന്നു. അത് അവർക്ക് സ്നാനത്തിന് ഒരു മുൻകുറി. സങ്കീർത്തനക്കാരൻ എന്താണ് പറഞ്ഞത്? 23 സങ്കീർത്തനത്തിലൂടെ നമ്മൾ എന്താണ് വായിച്ചത്? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് ഇടയൻ എന്നെ നടത്തുന്നു. ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു എവിടെ പോവുകയാണ്? നമ്മൾ മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചാൽ യേശു എവിടെ പോകുന്നു? യോഹന്നാനരികിൽ, യോർദാൻ്റെ അടുത്ത് പോയിട്ട്, യോർദാൻ നദിയിൽ ചെന്നിട്ട് യോഹന്നാനാൽ സ്നാനമേൽക്കാൻ പോവുകയാണ്. എന്താണ് വചനം പറഞ്ഞത്? സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ പിതാവ് ഇപ്പോൾ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക്, യോർദാനിനരികിലേക്ക് യോഹന്നാനാൽ സ്നാനമേൽക്കുന്നതിന് നയിക്കുകയാണ്. പ്രിയമുള്ളവരെ, യോഹന്നാൻ പക്ഷേ അത് ഇപ്പോൾ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തണമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ 3-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാമത്തെ വാക്യം പറയുകയാണ്, യേശു പറയുകയാണ്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നുത്തരം പറഞ്ഞു. എന്താണ് കർത്താവ് പറഞ്ഞത്? ഇപ്പോൾ അത് സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും, ഇങ്ങനെ ഇപ്പോൾ എന്താണ് സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. നോക്കണം, കർത്താവ് യേശു ക്രിസ്തു ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? സ്നാനത്തിന് ശേഷം എവിടേക്ക് പോകുന്നു? മരുഭൂയാത്രയിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ ഇസ്രായേൽ ജനത്തിന് 40 വർഷം മരുഭൂയാത്ര ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ഇപ്പോൾ 40 ദിവസം മരുഭൂയാത്രയിലേക്ക് പോവുകയാണ്. കർത്താവ് യേശു ക്രിസ്തു സ്നാനം ഏറ്റ ഉടനെ എങ്ങോട്ട് പോകുന്നു? പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ വായിച്ചത്. അവിടെ എന്ത് ചെയ്തു? അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. പിശാച് അവനെ പരീക്ഷിക്കാൻ വരികയാണ്. എന്താണ് പറഞ്ഞത്? നിനക്ക് വിശക്കുന്നെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക, കല്ല് അപ്പമാക്കി നിനക്ക് ഭക്ഷിക്കാം, അങ്ങനെ നിൻ്റെ വിശപ്പിനെ മാറ്റാം എന്നാണ് ഇവിടെ പിശാച് അവനോട് പറഞ്ഞത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ മരുഭൂമിയിൽ ഏതാണ് ആഹാരം? മുമ്പ് നമ്മൾ വായിച്ചായിരുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് ഞാൻ നിങ്ങളെ പോഷിപ്പിക്കും. ആ മന്ന, അത് സ്വർഗീയമായ മന്ന ദൈവം നമുക്ക് നൽകുകയാണ്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന്. അങ്ങനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ എത്ര ദിവസം? 40 ദിവസം. അപ്പോൾ നമ്മളിതൊന്ന് നോക്കിയാൽ ഇസ്രായേലിൻ്റെ ജീവിതവും യേശുവിൻ്റെ ജീവിതവും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ, ഇസ്രായേലിന് 40 വർഷം മരുഭൂയാത്ര, യേശുവിന് 40 ദിവസം മരുഭൂയാത്ര. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു now is reliving the life of Israel in the Old Testament. ഇപ്പോൾ ഇവിടെ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യാണ്? ജീസസ് ഈസ് റീലിവിങ് ദ ലൈഫ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ജീവിതം കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്യാണ്? ഇവിടെ ജീവിച്ച് കാണിക്കുകയാണ് വീണ്ടും. എന്തിനു വേണ്ടിയാണ് ഈ 40 ദിവസം കർത്താവ് യേശു ക്രിസ്തു ഇവിടെ ജീവിച്ച് കാണിച്ചത്? നമ്മൾ ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-3 വാക്യം വായിച്ചാൽ എന്താണ് പറയുന്നത്? നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. നോക്കണം, എന്തിനാണ് കർത്താവ് യേശു ക്രിസ്തു ഈ മരുഭൂയാത്ര ഇപ്പോൾ ആരംഭിച്ചത്? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി. എന്താ നമ്മൾ വായിച്ചത്? നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ
പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. എന്തിനാണ് നടത്തിയത്? അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത്, യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. അത് മലയാളത്തിൽ അത്രമാത്രം എഴുതിയിട്ടുള്ളൂ. എന്നാൽ ഇംഗ്ലീഷ് നമ്മൾ വായിച്ചാൽ ലിറ്റപ്പ് എന്നുകൂടി ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ മേൽ ഒരു വലിയ പ്രകാശമുണ്ടായി. ആ പ്രകാശം എന്താണ്? അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ലോകത്തിന് വെളിച്ചം പകരുകയാണ്. എങ്ങനെയാണ് വെളിച്ചം പകരുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് വെളിച്ചം പകരുന്നത്? ഇരുട്ടിലിരിക്കുന്നവർക്കാണ് വെളിച്ചത്തിൻ്റെ ആവശ്യം. അപ്പം നമ്മളൊക്കെ എവിടെയാണ്? പാപത്തിൻ്റെ അന്ധകാരത്തിൽ. ആ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യണം? വെളിച്ചത്തിലേക്ക് നയിക്കണം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-3 വാക്യം നമ്മൾ എന്താ വായിച്ചത്? നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? യോഹന്നാനാൽ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ ലിറ്റപ്പ് എന്നാണ്. എന്ന് വെച്ചാൽ അവൻ്റെ മേൽ പ്രകാശമുണ്ടായി, ഒരു തേജസ് ക്രിസ്തുവിൻ്റെ മേൽ വന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആർക്കാണ് വെളിച്ചം? ഇരുട്ടിലിരിക്കുന്നവർക്കാണ് വെളിച്ചം. ഏതിരുട്ടിലാണ് ഇരിക്കുന്നത്? പാപത്തിൻ്റെ അന്ധകാരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പാപത്തിൻ്റെ അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചം നൽകുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ മരുഭൂയാത്രയിലൂടെ, അപ്പോൾ സ്വർഗീയ കനാലിലേക്ക് യാത്ര തിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റേണ്ടതുണ്ട്. കർത്താവ് യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? 40 ദിവസം മരുഭൂമിയിലെ യാത്ര ചെയ്തു. ആ മരുഭൂമിയിൽ യേശു ക്രിസ്തു ആ മരുഭൂയാത്ര നടന്ന് കയറി. ഞാനും നിങ്ങളും ആ മരുഭൂയാത്രയിലെ യാത്ര നടന്ന് കയറുവാൻ തയ്യാറെടുക്കണം പ്രിയമുള്ളവരെ. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗീയ കനാലിൽ എത്താൻ കഴിയത്തുള്ളൂ. ആ 40 ദിവസം എന്ത് ചെയ്തില്ല? കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തില്ല? ആ ദിവസങ്ങൾ അവനൊന്നും ഭക്ഷിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, എന്താണ്? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ പറക എന്ന്. യേശു മറുപടി എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ മരണത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന്. ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നത്, കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസ്സിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ. യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ആരെ അന്വേഷിക്കണം പ്രിയമുള്ളവരെ? കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസ്സിനെ പ്രഭാതമാക്കി മാറ്റുകയും. ഇപ്പോൾ നമ്മൾ കണ്ടു, കർത്താവ് യേശു ക്രിസ്തു സ്നാനമേറ്റ ഉടനെ അവൻ്റെ മേലൊരു തേജസ് വരുന്നത്, ആ പ്രാവെന്ന രൂപേണ ഇറങ്ങി വരികയും അവൻ പ്രകാശിതമാകുകയും ചെയ്തു. അന്ധകാരത്തിലിരിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യുന്നു? കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസ്സിനെ പ്രഭാതമാക്കി മാറ്റുകയും ചെയ്യുന്ന പകലിനെ രാത്രിയാക്കുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ. യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം നമ്മൾ പറയുന്നത്, തൻ്റെ മരണത്താൽ നമുക്ക് ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന അടിമകളെയൊക്കെയും അവൻ എന്ത് ചെയ്തു? നമ്മുടെ മരണഭീതി നീക്കി നമ്മളെ വിടുവിച്ചു എന്ന് ആ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ.
അതുകൊണ്ട് ഞാനും നിങ്ങളും ഒരു കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിലാണെങ്കിൽ ആ കനാൻ ദേശത്തിലെത്തുന്നതിന് മുമ്പ് നമുക്കൊരു മരുഭൂയാത്രയുണ്ട്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നടന്ന് അതിനെ ജയിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും അത് നടന്ന് ജയിക്കേണ്ടതുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്താണ് ഈ ബിഹോൾഡ് എന്ന് പറഞ്ഞാൽ? ദൈവത്തെ നോക്കുക എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ പാപത്തെ മാറ്റുവാൻ നമുക്ക് കഴിയത്തില്ല, നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ നമ്മൾ ആ ക്രൂശിതനായ യേശുവിനെ നോക്കിക്കൊണ്ടിരുന്നാൽ, ആ ക്രൂശിനെ നമ്മൾ നോക്കുമ്പോൾ ആ ക്രൂശിൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും? ആ ക്രൂശിൽ വെറുതെ 2 വടിയും കോലും മാത്രമല്ല നമ്മൾ കാണുന്നത്. അവിടെ ക്രൂശിതനായി കിടക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. ആ യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ യെശയ്യാ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ കഴിയണം, എന്താണ്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ, ഞാൻ നശിച്ചു, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുവല്ലോ എന്ന് യെശയ്യാവ് പറയുകയാണ്. ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്നു, ഞാൻ അശുദ്ധിയുള്ള മനുഷ്യൻ എന്ന്. അയ്യോ, ആ അശുദ്ധിയുള്ള മനുഷ്യൻ, ഞാൻ ദൈവത്തെ കണ്ടപ്പോൾ ഞാൻ നശിച്ചു പോയല്ലോ എന്നാണ് യെശയ്യാവ് പറഞ്ഞതെങ്കിൽ, എന്താണ് നമ്മൾ അവിടെ അടുത്തത് കാണുന്നതായ യെശയ്യാപ്രവചനത്തിൽ നമ്മൾ കാണുന്നത്? സ്വർഗത്തിലെ കൂടാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ വിശുദ്ധ സ്ഥലത്ത് നിന്ന് കുടിലുകൊണ്ട് തീ എടുത്തുകൊണ്ട് വന്ന് എന്തു ചെയ്യുന്നു? യെശയ്യാവിൻ്റെ നാവിനെ തൊടുന്നു. അങ്ങനെ യെശയ്യാവിൻ്റെ നാവിനെ തൊട്ടതോടുകൂടി യെശയ്യാവ് ശുദ്ധിയുള്ളതായി മാറുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം. അങ്ങനെ രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ ചുമ്മാതെ നോക്കിയാൽ പോരാ. നമ്മൾ വചനം പഠിക്കുന്നവരാണ്, ബൈബിൾ വായിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ വായിക്കുന്ന വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നമ്മളത് ഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ വെറുതെ ഓടിച്ചു വായിച്ചു പോകുന്നവരാണോ? അതോ നമ്മളതിൽ പൂർണ്ണമായി നോക്കിക്കൊണ്ടേയിരിക്കുകയാണോ? ആ വചനം എന്നെ ജീവിപ്പിക്കുന്ന വചനമാണ്, ആ വചനം എന്നെ മരണത്തിൽ നിന്ന് ജീവിപ്പിക്കുന്ന വചനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നമ്മുടെ ശ്രദ്ധ മുഴുവനും കൊടുത്ത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? എങ്കിൽ മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ കഴിയത്തുള്ളൂ. എന്താണ് പറഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഞാൻ ചോദിച്ചിരുന്നു ആദ്യമേ, ഏതൊക്കെ പാപം ചുമക്കുമെന്ന്. ആദിയിൽ ആരാണ് പാപം ചെയ്തത്? ആദാം പാപം ചെയ്തു. ആ പാപം നിശ്ചയമായും ആര് ചുമന്നിട്ടുണ്ട്? യേശു ചുമന്നിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ പാപികളായത് എന്തിൻ്റെ കാരണത്താലാണ്? ആ ആദ്യ മനുഷ്യൻ്റെ പാപത്താലാണ്, ഏകൻ്റെ പാപത്താലാണ്, ഏകൻ്റെ ലംഘനത്താലാണ് നമ്മൾ പാപികളായത്. അപ്പോൾ ഏകൻ്റെ അനുസരണത്താൽ, ഏകൻ്റെ മരണത്താൽ നമ്മളെല്ലാവരുടെയും നമ്മുടെ മേലുണ്ടായിരുന്ന ആ പാപം നീക്കപ്പെട്ടു പോയി. അപ്പോൾ കഴിഞ്ഞ കാലത്തെ പാപമെല്ലാം കർത്താവ് യേശു ക്രിസ്തു ചുമന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പാപത്തിന് ആര് ഉത്തരം പറയും? കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പാപത്തെ ആർക്കും നീക്കാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ മേൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പാപം എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന പാപം നീങ്ങി ഇനി ഞാൻ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ക്രൂശിനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ക്രൂശിനെ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് എനിക്ക് വേണ്ടി രക്തമൊലിപ്പിക്കുന്ന ഒരേശു, എനിക്ക് വേണ്ടി മുറിവേറ്റിരിക്കുന്ന ഒരേശു. അവൻ്റെ ശരീരത്തിലെ അവനെ ചാട്ടവാറുകൊണ്ട് അടിച്ചു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ശാസ്ത്രലോകം പറയുന്നത് നമുക്ക് മനുഷ്യർക്ക് വരുന്നത് 39 രോഗങ്ങളാണെന്നാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതൊന്ന് പരിശോധിച്ച് നോക്കണം. കർത്താവ് യേശു ക്രിസ്തുവിനെ ഏതാണ്ട് 39 അടി അടിച്ചു എന്നാണ് പറയുന്നത്. പൗലോസിനെ 39 അടി അടിച്ചിരുന്നു. കാരണം അന്നത്തെ നിയമം അങ്ങനെയായിരുന്നു. 40 അടി അടിച്ചാൽ അവൻ്റെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റത്തിൽ നിന്ന് അവൻ വിമുക്തനാകും. പക്ഷേ അതുകൊണ്ട് അവനെ വിമുക്തനാക്കാൻ അവർക്ക് മനസ്സില്ലാത്തത് കൊണ്ട് 39 അടി അടിച്ച് നിർത്തുമ്പോൾ പിന്നെയും അവനെ എന്ത് ചെയ്യാം? വിചാരണയ്ക്ക് നിർത്താം. എന്നതുപോലെ കർത്താവ് യേശു ക്രിസ്തുവിനെ 40 അടിച്ചിരുന്നെങ്കിൽ പിന്നെ ക്രൂശിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തിരിക്കണം? 39 അടി അടിച്ച് അവനെ നിർത്തിയിരിക്കണം. അങ്ങനെ 39 അടി അടിച്ചെങ്കിൽ ആ 39 അടി കൊണ്ട് ആ ശരീരത്തിലെ ആ രക്തമൊക്കെ അങ്ങോട്ട് ഒഴുകി തൊലിയൊക്കെ അങ്ങോട്ട് പൊട്ടി മാംസമൊക്കെ അങ്ങോട്ട് വന്ന് അതിലൂടെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ 39 അടി കൊണ്ട് മനുഷ്യ ശരീരത്തിൽ സംഭവിക്കാവുന്ന 39 രോഗങ്ങൾക്കും അവൻ സൗഖ്യം വരുത്തി. നിന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നു എന്നാണ് യെശയ്യാപ്രവചനത്തിൽ 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ യേശുവിനെ നോക്കുവാനാണ് യോഹന്നാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ യേശുവിനെ നോക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? വെറുതെ നോക്കാനല്ല, നോക്കിക്കൊണ്ടേയിരിക്കുവാൻ.
ലുക്കിംഗ് ഇൻ അഡ്മിറേഷൻ. ഒരു എന്തോ പ്രത്യേകതമായ താല്പര്യത്തോടു കൂടി, കണ്ണെടുക്കാൻ മനസ്സില്ലാത്തതുപോലെ നമുക്ക് വേണ്ടി ചെയ്തത് എനിക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ പാപമാണല്ലോ എൻ്റെ ദൈവത്തിന് ഇങ്ങനെ ക്രൂശിൽ കിടന്ന് മരിക്കേണ്ടി വന്നത് എന്ന് ഓർത്ത് സങ്കടപ്പെടുവാൻ കഴിയുമോ പ്രിയമുള്ളവരെ? മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ എനിക്ക് വേണ്ടി എൻ്റെ പാപമാണല്ലോ കർത്താവിന് മരിക്കേണ്ടി വന്നത് എന്ന ദുഃഖം നമുക്കുണ്ടോ? അങ്ങനെ ഒരു ദുഃഖമുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാൻ. കാരണം എന്താണ്? ആ ദുഃഖത്തെ അവൻ മാറ്റിയിട്ട് ഈ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും, ഈ ക്രൂശ് എന്നെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, കഴിഞ്ഞ കാല പാപവും ഇന്ന് എൻ്റെ മേലിരിക്കുന്ന പാപവും ചുമക്കും. ഇനി നാളെ ജനിക്കുന്നവനോ അവൻ്റെ പാപവും നോക്കും. എങ്ങനെ? അവനും എന്ത് ചെയ്യണം? ഈ ക്രൂശിനെ നോക്കണം. ഈ കുഞ്ഞാടിനെ നോക്കിയാൽ അവൻ്റെ പാപവും എന്നേക്കുമായി ക്ഷമിക്കപ്പെടും. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾക്ക് ഈ യേശുവിനെ നോക്കുവാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതായ പാപത്തിൻ്റെ വിഷത്തെ ഇറക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ലോകത്തിൻ്റെ വെളിച്ചത്തിൽ നിൽക്കാതെ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നിൽക്കാതെ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിൽക്കാതെ, ദൈവം നമുക്ക് നൽകുന്നതായ വെളിച്ചത്തിൽ, ആ തേജസ്സിൽ നമുക്ക് നിറയുവാൻ താല്പര്യമുണ്ടോ? യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അവനെ പിൻപറ്റുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? ആ യഹോവയെ നമ്മുടെ ഇടയനാക്കാൻ കഴിയുമോ? സങ്കീർത്തനക്കാരോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കൂരരിൽ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല, ആ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാണ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം. ഇതാണ് സകല ലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടിനെ എൻ്റെ രക്ഷകനായി, എൻ്റെ രക്ഷിതാവായി, എൻ്റെ വ്യക്തിപരമായ രക്ഷിതാവായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ പ്രിയമുള്ളവരെ? അങ്ങനെ മനസ്സ് വെക്കുമെങ്കിൽ നമ്മൾക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവൻ മാറ്റിത്തരും. നമ്മളെ അവൻ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. നമുക്ക് പലപ്പോഴും താല്പര്യമുണ്ട് നമ്മുടെ സ്വഭാവത്തെ മാറ്റണമെന്ന്. എനിക്ക് ആത്മീയമായി ജീവിക്കാൻ കഴിയുന്നില്ല, യഥാർത്ഥ ആത്മീയ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം. ഇതിനെല്ലാം പരിഹാരം പ്രിയമുള്ളവരെ യേശുവിനെ നോക്കുകയാണ്. വെറുതെ നോക്കിയാൽ പോരാ, നോക്കിക്കൊണ്ടേയിരിക്കുക. കീപ്പ് ഓൺ ലുക്കിംഗ് അറ്റ് ഹിം. തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടിന്യൂസ്ലി ലുക്ക് അറ്റ് ഹിം. തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുക. തുടർച്ചയായി യേശുവിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് വേണ്ടി മരിച്ച യേശുവിനെ. ഞാൻ കാരണമാണല്ലോ യേശു മരിച്ചത് എന്ന ചിന്ത നമ്മളെ ഭരിക്കും. അപ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. അങ്ങനെ ദുഃഖമുണ്ടായാൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം അവർ ആശ്വാസം കണ്ടെത്തും. ആരാണ് നമ്മളെ ആശ്വസിപ്പിക്കുക? നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷിതാവ്, നമ്മളെ വിലയ്ക്ക് വാങ്ങിയവൻ, നമ്മുടെ സൃഷ്ടിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മളെ വിലയ്ക്ക് വാങ്ങിയതായ, നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകിയതായ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നമ്മളെ ചേർക്കാൻ പോകുന്നവനുമായ ആ യേശു ക്രിസ്തു നമ്മളെ രക്ഷിക്കും. അവനിലേക്ക് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് പറയാം, അവസാനത്തിൽ ഇവനെയല്ലോ നമ്മൾ കാത്തിരുന്നത് എന്ന് നമുക്ക് പറയുവാൻ, അവൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കേണ്ടതിന് നമുക്കൊരുങ്ങാം. അവൻ നമ്മളെ തീർച്ചയായും ക്ഷണിക്കും. ആ ക്ഷണം സ്വീകരിക്കുവാൻ പ്രിയമുള്ളവരെ നിങ്ങൾ ഒരുക്കമാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആ കുഞ്ഞാടിനെ നോക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ നോക്കിക്കൊണ്ടേയിരിപ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പാപാവസ്ഥയ്ക്കും മാറ്റം വന്നുകൊണ്ട് ഞങ്ങൾ കർത്താവെ അവിടുന്ന് മേഘാരോടനെ വരുമ്പോൾ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് എടുക്കപ്പെടുവാനുള്ള ഭാഗ്യം തരണമെന്ന് ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.